നമസ്കാരം. ഭാരതീയ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ കൊണ്ട് സജ്ജമാക്കുക എന്ന സ്വപ്ന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രതിരോധ നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം ഈ പദ്ധതിക്കായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വികസന ഉൽപ്പാദന പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നതോടെ ഭാരതീയ പ്രതിരോധ മേഖല ഇതുവരെ കാണാത്തത്ര വേഗതയിലും കൃത്യതയിലുമാണ് മുന്നേറുന്നത്. കരാർ ഒപ്പിട്ട് 84 മാസത്തിനുള്ളിൽ 5 പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ ഉപയോഗിച്ച് 1800 പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കുക എന്ന വിപ്ലവകരമായ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ മേൽവിലാസം ഉണ്ടാക്കിക്കൊടുക്കാൻ പോകുന്ന ചരിത്രപരമായ ഒരു നീക്കമാണിത്. പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് കരാർ ഒപ്പുവെച്ച് വെറും 30 മാസത്തിനുള്ളിൽ ആദ്യ AMCA പ്രോട്ടോടൈപ്പിൻ്റെ കന്നിപ്പറക്കൽ നടത്താൻ സാധിക്കും. തുടർന്ന് വരുന്ന 7 വർഷത്തിനുള്ളിൽ കൃത്യമായ പദ്ധതികളിലൂടെ 1800 പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കി വിമാനത്തിൻ്റെ സർവോത്മുഖമായ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തും. 64 മാസത്തിൽ 300 പറക്കലുകൾ തുടങ്ങി തുടർന്നുള്ള ഓരോ ഘട്ടത്തിലും വേഗത വർദ്ധിപ്പിച്ച് 84 മാസത്തിൽ നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. വികസന ഘട്ടത്തിൻ്റെ ഓരോ നിമിഷവും കൃത്യമായി വിലയിരുത്താനും ഉൽപ്പാദനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പോർവിമാനത്തിൻ്റെ ഗുണനിലവാരം പരമാവധി ഉറപ്പാക്കാനും ഈ ഘടനയിലൂടെ മന്ത്രാലയത്തിന് സാധിക്കും. ഈ കർശനവും എന്നാൽ പ്രായോഗികവുമായ സമയപരിധി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി സജ്ജീകരണങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. 2030കളുടെ മധ്യത്തോടെ AMCAയുടെ ആദ്യ സ്ക്വാഡ്രണുകൾ വ്യോമസേനയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ വേഗത്തിലുള്ള വികസന പ്ലാൻ വിരൽ ചൂണ്ടുന്നത്. ആകെ 7 AMCA സ്ക്വാഡ്രണുകൾ അണിനിരത്തുന്നതോടെ ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാകും. പരീക്ഷണ പറക്കലുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം മാത്രം സീരിയൽ ഉൽപ്പാദനത്തിലേക്ക് കടക്കുന്നത് വിമാനങ്ങളുടെ ഗുണനിലവാരത്തിലും സുരക്ഷയിലും പൂർണ്ണ വിശ്വസ്തത ഉറപ്പുവരുത്തും. പ്രതിമാസം ശരാശരി 21 പരീക്ഷണ പറക്കലുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ വേഗതയേക്കാൾ വേഗത്തിൽ കുതിക്കാൻ ഭാരതീയ കമ്പനികൾക്ക് സാധിക്കും. ഇത് സ്വകാര്യ മേഖലയുടെ കാര്യക്ഷമതയും ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണ്. പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ സംരംഭങ്ങളെയും പ്രതിരോധ നിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്നതിലൂടെ നിർമ്മാണ വേഗത ഇരട്ടിയാക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സാങ്കേതിക മുന്നേറ്റങ്ങളും രാജ്യത്ത് സൃഷ്ടിക്കാനും കഴിയും. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള വമ്പൻ വ്യവസായ ഗ്രൂപ്പുകൾ ആഗോള വിമാന നിർമ്മാതാക്കളുമായി സഹകരിച്ച് വിമാന അസംബ്ലി രംഗത്ത് ഇതിനകം തന്നെ കൈവരിച്ച നേട്ടങ്ങൾ AMCA പദ്ധതിക്ക് വലിയ കരുത്താകും. സങ്കീർണമായ 5ാം തലമുറ സ്റ്റെൽത്ത് പോർവിമാന നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കാൻ ഭാരതീയ സ്വകാര്യ മേഖലയ്ക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. സ്വകാര്യ പങ്കാളി ഈ നിർണായക ലക്ഷ്യം കൈവരിക്കുന്നതോടെ ഭാരതീയ സൈനിക വ്യോമയാന ചരിത്രത്തിൽ അതൊരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അതിവേഗം നിർമ്മിച്ചെടുക്കാൻ ഭാരതത്തിന് സാധിക്കുമെന്ന് ഈ പദ്ധതി തെളിയിക്കും. ഒടുവിൽ AMCA പദ്ധതിയിലൂടെ കൈവരിക്കുന്ന ഈ സമാനതകളില്ലാത്ത നേട്ടം ഭാരതത്തെ ആഗോള പ്രതിരോധ നിർമ്മാണ ഭൂപടത്തിൽ ഒരു പ്രധാന ശക്തി കേന്ദ്രമായി പ്രതിഷ്ഠിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ പോർവിമാനമായ AMCA നിർമ്മാണത്തിനായി സ്വകാര്യ പങ്കാളിത്തവും അതിവേഗ പരീക്ഷണ ലക്ഷ്യങ്ങളും പ്രഖ്യാപിച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ തീരുമാനം ഏഷ്യൻ വൻകരയിലെ തന്ത്രപരമായ പ്രതിരോധ സന്തുലിതാവസ്ഥയെ ആകെ തിരുത്തിയെഴുതുന്ന ഒന്നാണ്. ഭാരതത്തിൻ്റെ അതിർത്തികളിൽ നിരന്തരം വെല്ലുവിളികൾ ഉയർത്താൻ ശ്രമിക്കുന്ന അയൽരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തവും ശക്തവുമായ സന്ദേശമാണ് ഈ വിപ്ലവകരമായ നീക്കം നൽകുന്നത്. ഭാരതത്തിൻ്റെ പ്രതിരോധ സജ്ജീകരണങ്ങൾ ഇനി വൈകില്ല എന്നും ഏറ്റവും ആധുനികമായ ആകാശക്കരുത്ത് അതിവേഗം സ്വന്തം മണ്ണിൽ നിർമ്മിച്ചെടുക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ് AMCAയുടെ ഈ പുതിയ വികസന ഘട്ടം.
ചൈനീസ് വ്യോമസേന ഹിമാലയൻ അതിർത്തികളിലും ഇൻഡോ പസഫിക് മേഖലയിലും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച സമാനതകളില്ലാത്ത ആധിപത്യത്തിന് തടയിടാൻ AMCA പദ്ധതിയുടെ ഈ വേഗത്തിലുള്ള മുന്നേറ്റത്തിന് സാധിക്കും. നിലവിൽ J-20, J-35 തുടങ്ങിയ 5ാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ വിന്യസിച്ച് പ്രദേശത്ത് മേധാവിത്വം നേടാമെന്ന ചൈനയുടെ കണക്കുകൂട്ടലുകൾക്ക് ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ വിമാനം വലിയ തിരിച്ചടിയാകും. ലഡാക്ക്, അരുണാചൽ പ്രദേശ് അതിർത്തികളിലെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ചൈനീസ് എയർബേസുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ AMCA സജ്ജമാകുന്നതോടെ ഭാരതത്തിന് കഴിയും. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനുള്ള AMCയുടെ സ്റ്റെൽത്ത് ശേഷിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സാങ്കേതികവിദ്യകളും ചൈനയുടെ അതിർത്തി കേന്ദ്രങ്ങളിലെ തന്ത്രപരമായ മേൽക്കൈ ഇല്ലാതാക്കും. മറുവശത്ത് പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഈ നീക്കം സൃഷ്ടിക്കുന്നത്. ചൈനയിൽ നിന്ന് അത്യാധുനിക വിമാനങ്ങൾ വാങ്ങി ഭാരതത്തിന് മേൽ താൽക്കാലിക നേട്ടം കൈവരിക്കാമെന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രതീക്ഷകൾ AMCA യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായും തകരും. AMCയുടെ കടന്നുവരവ് പാകിസ്ഥാൻ്റെ പരമ്പരാഗത റഡാർ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധ നിരയെയും നിഷ്പ്രഭമാക്കാൻ പോകുന്നതാണ്. ഭാരതം സ്വന്തമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ സ്വകാര്യ മേഖലയുടെ വേഗതയിൽ പോർവിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനോട് കിടപിടിക്കാൻ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന പാകിസ്ഥാന് വൻ സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധിയും നേരിടേണ്ടി വരും. ഇത് അവരുടെ പ്രതിരോധ ബജറ്റിനെ താങ്ങി നിർത്താനാകാത്ത വിധം കടുത്ത സമ്മർദ്ദത്തിലാക്കും. ഇന്ത്യൻ വ്യോമസേന ദീർഘകാലമായി നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ ഒരേ സമയം 2 അതിർത്തികളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുത്തു തോൽപ്പിക്കാൻ AMCA പദ്ധതിയിലൂടെ സാധ്യമാകും. 2030കളുടെ മധ്യത്തോടെ AMCയുടെ 7 സ്ക്വാഡ്രണുകൾ പൂർണ്ണമായി സജ്ജമാകുന്നതോടെ പാകിസ്ഥാൻ അതിർത്തി മുതൽ ചൈനീസ് അതിർത്തി വരെയുള്ള ഇന്ത്യയുടെ ആകാശമേഖല പൂർണ്ണമായും അജയ്യമായ സുരക്ഷാ കവചത്തിനുള്ളിലാകും. വിദേശ വിമാനങ്ങൾക്കായി കാത്തു നിൽക്കാതെ തദ്ദേശീയമായി നിർമ്മിച്ച് അതിവേഗം സേനയുടെ ഭാഗമാക്കാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ ഊർജം പകരും. ചുരുക്കത്തിൽ AMCA പദ്ധതിക്കായി നിശ്ചയിച്ചിട്ടുള്ള 84 മാസത്തിനുള്ളിലെ 1800 പരീക്ഷണ പറക്കലുകൾ എന്ന കടുത്ത ലക്ഷ്യം കേവലം ഒരു സാങ്കേതിക നാഴികക്കല്ല് മാത്രമല്ല, മറിച്ച് വൻകരയിലെ ശക്തി സന്തുലിതാവസ്ഥ ഭാരതത്തിന് അനുകൂലമായി മാറ്റിമറിക്കുന്ന സുപ്രധാനമായ രാഷ്ട്രീയ സൈനിക നീക്കമാണ്. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ദക്ഷിണേഷ്യയിലെ തങ്ങളുടെ പ്രതിരോധ അജണ്ടകൾ പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഒരുക്കുകയും ഭാരതത്തെ ഏഷ്യയിലെ ഏറ്റവും പ്രമുഖമായ ആഗോള സൈനിക ശക്തിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.